إن الحمد لله نحمده ونستعينه ونستغفره പ്രിയ സുഹൃത്തുക്കളെ, ശ്രീ ജബ്ബാർ മാഷ് വളരെ ആത്മവിശ്വാസത്തോടെ ഒരു ചോദ്യം ചോദിക്കുന്നു. ഖുർആനിലെ 6000-ലധികം വചനങ്ങളും ഓരോ സന്ദർഭത്തിൽ പറഞ്ഞതാണ്. അതുകൊണ്ട് സന്ദർഭമില്ലാതെ ഉദ്ധരിക്കാൻ ഖുർആനിൽ ഒരു വചനമെങ്കിലും ഉണ്ടോ? കേൾക്കുമ്പോൾ വലിയ ചോദ്യം പോലെ തോന്നാം. പക്ഷെ ഈ ചോദ്യത്തിന്റെ അടിത്തറ തന്നെ തെറ്റായ ഒരു മുൻധാരണയിലാണ്. കാരണം ഖുർആനിലെ എല്ലാ വചനങ്ങൾക്കും നിർബന്ധമായും ഒരു പ്രത്യേക ചരിത്ര സംഭവം ഉണ്ടായിരിക്കണം എന്ന ധാരണ തന്നെ ഇസ്ലാമിക ഖുർആൻ പഠന രീതിയുമായി പൊരുത്തപ്പെടുന്നില്ല. ഈ വിഷയം നമുക്ക് 6 കാര്യങ്ങളിലൂടെ പരിശോധിക്കാം. ഒന്നാമത്, ഇസ്ലാമിക വിജ്ഞാന ശാഖയിൽ അസ്ബാബുൻ നുസൂൽ എന്നൊരു പഠന വിഭാഗമുണ്ട്. അതിൻ്റെ അർത്ഥം ചില ഖുർആൻ വചനങ്ങൾ അവതരിക്കാൻ കാരണമായ പ്രത്യേക സംഭവങ്ങൾ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ എന്നാണ്. അതെ, ചില ആയത്തുകൾക്ക് അത്തരം ചരിത്രപരമായ പശ്ചാത്തലമുണ്ട്. പക്ഷെ അതുകൊണ്ട് എല്ലാ ആയത്തുകൾക്കും അതുണ്ടെന്നല്ല. ഉലൂമുൽ ഖുർആൻ പഠിപ്പിക്കുന്നത് ഖുർആനിലെ ആയത്തുകൾ 2 വിഭാഗമാണെന്നാണ്. ഒന്ന്, പ്രത്യേക സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ അവതരിച്ചവ. 2, യാതൊരു പ്രത്യേക സംഭവമില്ലാതെ മനുഷ്യരാശിയെ പൊതുവായി അഭിസംബോധന ചെയ്ത് അവതരിച്ചവ. ഇവയെ പണ്ഡിതന്മാർ ഇബ്തിദായി ആയത്തുകൾ എന്ന് വിളിക്കുന്നു. ഖുർആനിലെ ഭൂരിഭാഗം വചനങ്ങളും ഈ വിഭാഗത്തിലാണ്. എല്ലാ വചനങ്ങൾക്കും പ്രത്യേക സന്ദർഭമുണ്ട് എന്ന മുൻധാരണ തന്നെ ശരിയല്ല. രണ്ടാമത്, സന്ദർഭം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ തെറ്റിദ്ധരിക്കപ്പെട്ടു. ഇവിടെയാണ് ഏറ്റവും വലിയ തെറ്റ്. വിമർശകർ 2 വ്യത്യസ്ത കാര്യങ്ങളെ ഒന്നാക്കി കാണുന്നു. ഒന്ന്, ചരിത്രപരമായ പശ്ചാത്തലം, അതായത് ഒരു യുദ്ധം, ഒരു ചോദ്യം, ഒരു പ്രത്യേക സംഭവം. ഉദാഹരണത്തിന് തബൂക്ക്, ഹുദൈബിയ, ഖൗല റളിയല്ലാഹുവിന്റെ സംഭവം. ഇവ താൽക്കാലിക ചരിത്ര സന്ദർഭങ്ങളാണ്. പക്ഷെ മറ്റൊന്നുണ്ട്, അത് വിഷയാധിഷ്ഠിത സന്ദർഭം, അതായത് മനുഷ്യ ജീവിതം, നീതി, ധാർമ്മികത, കുടുംബം, പരലോകം, മനുഷ്യ സ്വഭാവം എന്നിവയെക്കുറിച്ചുള്ള ശാശ്വത സന്ദേശം. ഇതൊരു കാലത്തേക്കോ ഒരു രാജ്യത്തേക്കോ ഒരാളിലേക്കോ പരിമിതപ്പെടുന്നില്ല. മനുഷ്യൻ ഉള്ളിടത്തോളം ഇത് പ്രസക്തമാണ്. മൂന്നാമത്, സന്ദർഭമില്ലാതെ ഉദ്ധരിക്കാൻ കഴിയുന്ന ആയത്തുകൾ ഖുർആനിൽ ധാരാളമുണ്ട്. ഖുർആൻ തന്നെ പറയുന്നു, 17-ാം അധ്യായം 23-ാം വചനം, മാതാപിതാക്കളോട് നല്ല നിലയിൽ പെരുമാറുക, അവരോട് ച എന്ന് പോലും പറയരുത്. ഈ കൽപ്പന ഏതെങ്കിലും ഒരു അറബിക്ക് വേണ്ടിയാണോ? അല്ല, ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്. അള്ളാഹു പറയുന്നു, 16-ാം അധ്യായം 90-ാം വചനം, തീർച്ചയായും അള്ളാഹു കൽപ്പിക്കുന്നത് നീതി പാലിക്കാനും നന്മ ചെയ്യാനുമാണ്. നീതി ചെയ്യണമെന്ന കൽപ്പന ഏത് നൂറ്റാണ്ടിലും ശരിയാണ്. 31-ാം അധ്യായം 18-ാം വചനം, ഭൂമിയിൽ അഹങ്കാരത്തോടെ നടക്കരുത്. ഇതും ഇന്നും ശരിയാണ്. അള്ളാഹു പറയുന്നു, 21-ാം അധ്യായം 37-ാം വചനം, മനുഷ്യൻ തിടുക്കക്കാരനായാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. 7-ാം നൂറ്റാണ്ടിലെ മനുഷ്യന്റെ മനഃശാസ്ത്രമല്ല, ഇന്നും അത് തന്നെയാണ്, നാളുകളിലും അത് തന്നെയാണ്. 5-ാം അധ്യായം 32-ാം വചനം, അള്ളാഹു പറയുന്നു, ആരെങ്കിലും ഒരു നിരപരാധിയെ കൊലപ്പെടുത്തിയാൽ അവൻ മുഴുവൻ മനുഷ്യരാശിയെ കൊലപ്പെടുത്തിയതുപോലെയാണ്. ദയവായി പറയൂ, ഈ വചനം ഏത് സന്ദർഭത്തിൽ നിന്ന് മാറ്റിയാലാണ് തെറ്റാകുന്നത്? 4-മത്തത്, പാശ്ചാത്തലവും കോണ്ടക്സ്റ്റും നിയമവും തമ്മിലുള്ള വ്യത്യാസം. ഇസ്ലാമിക ഉസൂൽ ഫിഖിലെ പൊതുവായി അംഗീകരിക്കപ്പെട്ട ഒരു തത്വമുണ്ട്.
അതെന്തെന്ന് വെച്ചാൽ അൽ ഇബ്റത്തു ബി ഉമൂമിൽ ലഫ്ളി ലാ ബി ഖുസൂസി സബബ്. ഒരു ഖുർആൻ വചനത്തിന്റെ അവതരണ പശ്ചാത്തലം അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ സഹായിക്കുന്നു. എന്നാൽ ആ വചനത്തിന്റെ വിധി ആ പ്രത്യേക സംഭവത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. അതിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളുടെ പൊതുവായ അർത്ഥം ഉൾക്കൊള്ളുന്ന എല്ലാ സാഹചര്യങ്ങൾക്കും അത് ബാധകമാണ്. ഈ തത്വം എല്ലാ വചനങ്ങൾക്കും യാന്ത്രികമായി ബാധകമല്ലതാനും. അതായത് മറ്റൊരു വചനം അല്ലെങ്കിൽ ഹദീസ് ആ പൊതുവായ പ്രയോഗത്തെ തഖ്സീസ് പരിമിതപ്പെടുത്താം. അപ്പോൾ എന്താണ് തഖ്സീസ് എന്ന് അതിന് 2-4 ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാകും. ഖുർആനിലെ 5-ാം അധ്യായം 38-ാം വചനം, മോഷ്ടാവിന്റെ കൈ മുറിക്കൽ. മോഷ്ടിച്ച പുരുഷന്റെയും മോഷ്ടിച്ച സ്ത്രീയുടെയും കൈ മുറിക്കുക. ഒറ്റയ്ക്ക് വായിച്ചാൽ ഏത് മോഷണത്തിനും കൈ മുറിക്കണം എന്ന് തോന്നും. എന്നാൽ ഹദീസുകൾ ഇതിനെ തഖ്സീസ് ചെയ്തു. ഒരു നിശ്ചിത കുറഞ്ഞ മൂല്യത്തിൽ കൂടുതലുള്ള മോഷണം ആയിരിക്കണം, സുരക്ഷിതമായി സൂക്ഷിച്ച വസ്തുവായിരിക്കണം, വിശപ്പ് മൂലമുള്ള അടിയന്തര സാഹചര്യം പോലുള്ള ചില സാഹചര്യങ്ങളിൽ ശിക്ഷ ബാധകമാകില്ല. ഹദ് ശിക്ഷകൾ നിയമപരമായി അംഗീകരിച്ചിട്ടുള്ള ഇസ്ലാമിക നീതിന്യായ വ്യവസ്ഥയുള്ള ഭരണകൂടത്തിൽ കോടതിയുടെ വിധിയിലൂടെയും കർശനമായ തെളിവുകളുടെ നിബന്ധനകളുടെയും അടിസ്ഥാനത്തിലുമാണ് ഈ ശിക്ഷ നടപ്പാക്കപ്പെടുക. അതുപോലെ 5-ാം അധ്യായം 1-ാമത്തെ ആയത്ത്, എല്ലാ ജന്തുക്കളും ഹലാൽ എന്ന പൊതുവായ ധാരണയെ ഹദീസ് കൊണ്ട് തഖ്സീസ് ചെയ്യപ്പെട്ടു. കൊമ്പുള്ള, അതായത് നായാട്ട് പല്ലുള്ള എല്ലാ വന്യമൃഗങ്ങളും നഖം കൊണ്ട് ഇര പിടിക്കുന്ന എല്ലാ പക്ഷികളും ഹറാമാണ്. അതുപോലെ ഖുർആൻ തന്നെ ഖുർആനെ തഖ്സീസ് ചെയ്യുന്ന ഉദാഹരണം 2-ാം അധ്യായം 228, വിവാഹമോചനം ലഭിച്ച സ്ത്രീകൾ 3 മാസ വിരാമം കാത്തിരിക്കണം. 33-ാം അധ്യായം 49-ാം വചനം, ദാമ്പത്യ ബന്ധം ഉണ്ടായിട്ടില്ലാത്ത സ്ത്രീകളെ വിവാഹമോചനം ചെയ്താൽ അവർക്ക് ഇദ്ദ ഇല്ല. അതായത് 2-ാം അധ്യായം 228-ാം വചനത്തെ 33-ാം അധ്യായം 49-ാം വചനം കൊണ്ട് പരിമിതപ്പെടുത്തി തഖ്സീസ് ചെയ്തു. ഇസ്ലാമിക വിമർശകർ എപ്പോഴും പാടി നടക്കുന്ന ഒരു വചനമാണ് സൂറത്ത് തൗബയിലെ 5-ാമത്തെ ആയത്ത്, ബഹുദൈവ വിശ്വാസികളെ കണ്ടെത്തുന്നിടത്ത് വെച്ച് കൊല ചെയ്യുക എന്നുള്ളത്. എന്നാൽ അതേ വചനത്തിന്റെ തൊട്ടു മുമ്പും ശേഷമുള്ള 9:4, 9:6, 9:4 കരാർ പാലിച്ചവരെ ഒഴിവാക്കുന്നു. 9:6 അഭയം ചോദിക്കുന്നവർക്ക് സുരക്ഷ നൽകുകയും സുരക്ഷിത സ്ഥലത്ത് എത്തിച്ചു കൊടുക്കുകയും ചെയ്യണമെന്ന് പറയുന്നു. അതായത് 9:5 പൊതുവായ പ്രയോഗത്തെ 9:4, 9:6 പരിമിതപ്പെടുത്തുന്നു. ഇത് ഖുർആനെ തന്നെ തഖ്സീസ് ചെയ്യുന്ന മികച്ച ഉദാഹരണമായി കാണാം. ഒരു പ്രത്യേക സംഭവത്തെ തുടർന്നാണ് ഒരു വചനം അവതരിച്ചെങ്കിലും അതിലെ ഭാഷ പൊതുവായതാണെങ്കിൽ ആ നിയമം ആ സംഭവത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല, ലോകത്തിലെ എല്ലാവർക്കും അത് ബാധകവുമാകും. ഒരു ഉദാഹരണം നോക്കൂ, സൂറത്ത് മുജാദിലയിലെ ലിഹാറിനെ കുറിച്ചുള്ള വചനങ്ങൾ. ഒരു പ്രത്യേക സംഭവത്തെ തുടർന്നാണ് ഒരു വചനം അവതരിച്ചെങ്കിലും അതിലെ ഭാഷ പൊതുവായതാണെങ്കിൽ ആ നിയമം ആ സംഭവത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല, ലോകത്തിലെ എല്ലാവർക്കും അത് ബാധകവുമാകും. ഒരു ഉദാഹരണം നോക്കൂ, സൂറത്ത് മുജാദിലയിലെ ലിഹാറിനെ കുറിച്ചുള്ള വചനം. അതായത് ഖൗല ബിൻത് സാലബ റളിയല്ലാഹു അൻഹയുടെ കുടുംബ പ്രശ്നത്തെ തുടർന്നാണ് ആ വചനങ്ങൾ അവതരിപ്പിക്കുന്നത്. ഔസ് ബിൻ സാമിത്ത് റളിയല്ലാഹു അൻഹു തന്റെ ഭാര്യയായ ഖാലത്ത് ബിൻത് സാലബയോട് ജാഹിലിയായ കാലത്ത് ലിഹാർ എന്ന വാക്ക് ഉപയോഗിച്ചു. അൻതി അലയ്യക ലഹി ഉമ്മി,
നീ എനിക്ക് എൻ്റെ ഉമ്മയുടെ പുറം പോലെയാണ്. ഇതിനെ തുടർന്ന് ഹൗല ബിൻത്ത് സാലബ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്ന് പരാതി പറയുകയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. അപ്പോഴാണ് സൂറത്തുൽ മുജാദിലയുടെ ആദ്യ വചനങ്ങൾ അവതരിക്കുന്നത്. ഖദ് സമിഅ അല്ലാഹു ഖൗലല്ലത്തി. ആ സംഭവം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഈ വിഷയം വീഡിയോയുടെ അവസാനത്ത് എന്താണ് ലിഹാർ, എന്താണ് ആ വിഷയത്തെ ഞാൻ ഈ വീഡിയോയുടെ അവസാനത്തിൽ അവതരിപ്പിക്കാം. ഇപ്പോൾ അവതരിപ്പിക്കുന്ന വിഷയത്തിൽ നിന്ന് തെന്നി മാറും. അവിടെ ഖുർആൻ പറഞ്ഞത് നിങ്ങളിൽ ആരെങ്കിലും എന്നാണ്, ഹൗലയുടെ ഭർത്താവിന് മാത്രം എന്നല്ല. അതുകൊണ്ടാണ് ആ നിയമം ഹൗലയുടെ കുടുംബത്തിൽ ഒതുങ്ങാതെ അന്ത്യനാൾ വരെയുള്ള എല്ലാ മുസ്ലിങ്ങൾക്കും ബാധകമായത്. ഇതാണ് അൽ ഇബ്രത്തു ബി ഉമൂമിൽ ലഫ്ളി ലാ ബി ഖുസൂസി സബബ് എന്ന തത്വം. അഞ്ചാമത്, ചരിത്രപരമായ പശ്ചാത്തലവും വാചിക സന്ദർഭവും രണ്ടാണ്. ഇവിടെ മറ്റൊരു തെറ്റും സംഭവിക്കുന്നു. ഒരു വചനത്തിന് ചരിത്രപരമായ പശ്ചാത്തലം ഉണ്ടായിരിക്കാം, അതേസമയം അതിന് മുൻപും പിൻപുമുള്ള വാക്യങ്ങളുമായുള്ള ബന്ധം ഉണ്ടായിരിക്കും. ഇതാണ് ടെക്സ്റ്റൽ കോണ്ടെക്സ്റ്റ്. ഉദാഹരണത്തിന്, യുദ്ധവചനങ്ങൾ വായിക്കുമ്പോൾ അതിനു മുമ്പ് ആരാണ് കരാർ ലംഘിച്ചത് എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം അവർ സമാധാനത്തിലേക്ക് വന്നാൽ നിങ്ങൾ സമാധാനത്തിലേക്ക് മടങ്ങണം എന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് ഒരു വചനം ഒറ്റപ്പെടുത്തി വായിക്കരുത് എന്ന് പറയുന്നത് ഖുർആൻ മുഴുവൻ 7-ാം നൂറ്റാണ്ടിലേക്ക് എന്നല്ല, മറിച്ച് ആ വചനം ശരിയായി മനസ്സിലാക്കണം എന്നതാണ്. ആറാമത്തത്, എല്ലാ നിയമപുസ്തകങ്ങളും ഇതുപോലെയാണ്. ഇന്ത്യൻ ഭരണഘടന എഴുതപ്പെട്ടത് സ്വാതന്ത്ര്യ സമരത്തിന്റെയും രാജ്യവിഭജനത്തിന്റെയും ചരിത്ര സാഹചര്യത്തിലാണ്. പക്ഷെ ഇന്ന് ഒരു അഭിഭാഷകൻ ഭരണഘടനയിലെ ഒരു ആർട്ടിക്കിൾ കോടതിയിൽ ഉദ്ധരിക്കുമ്പോൾ ജഡ്ജി ഇങ്ങനെ പറയാറുണ്ടോ? അത് 1947 സാഹചര്യത്തിൽ എഴുതിയതാണ്, ഇന്നത്തെ കേസിൽ ഉപയോഗിക്കാൻ പാടില്ല. ഒരിക്കലുമില്ല. നിയമം ഉണ്ടായതിന് ഒരു ചരിത്ര കാരണം ഉണ്ടായിരിക്കാം, പക്ഷെ അതിന്റെ പ്രയോഗം എല്ലാ കാലത്തേക്കും തുടരും. ഖുർആനും അതുപോലെയാ. ഏഴാമത്തത്, ഇവിടെ ഒരു വലിയ ഇരട്ടത്താപ്പുണ്ട്. സമാധാനം, നീതി, കരുണ, മാതാപിതാക്കളുടെ അവകാശം ഇവയെക്കുറിച്ചുള്ള വചനങ്ങൾ വരുമ്പോൾ അത് അന്നത്തെ സന്ദർഭമാണ് എന്ന് പറയുക. പക്ഷെ യുദ്ധവുമായി ബന്ധപ്പെട്ട വചനങ്ങൾ വരുമ്പോൾ അവയുടെ ചരിത്ര പശ്ചാത്തലം മറച്ചുവെച്ച് ഇത് ഇന്നത്തെ മുസ്ലിങ്ങൾക്കും ബാധകമാണ് എന്ന് പ്രചരിപ്പിക്കുക. ഇത് ഒരേ മാനദണ്ഡമല്ല. ഒരേ പുസ്തകത്തിലെ എല്ലാ വചനങ്ങൾക്കും ഒരേ വ്യാഖ്യാന രീതി തന്നെ ആയിരിക്കണം. സന്ദർഭം എന്നത് ഖുർആനെ 7-ാം നൂറ്റാണ്ടിൽ പൂട്ടിയിടാനുള്ള ചങ്ങലയല്ല, മറിച്ച് ഒരു നിയമം എപ്പോൾ, എവിടെ, ആർക്കെതിരെ, എങ്ങനെ പ്രയോഗിക്കണം എന്ന് മനസ്സിലാക്കാനുള്ള താക്കോലാണ്. അതുകൊണ്ടാണ് മുസ്ലിം പണ്ഡിതന്മാർ യുദ്ധവചനങ്ങൾ സന്ദർഭത്തോടൊപ്പം വായിക്കണം എന്ന് പറയുന്നത്. അത് മറുപടി ഇല്ലാത്തത് കൊണ്ടല്ല, മറിച്ച് ഖുർആന്റെ സ്വന്തം നിയമ വ്യാഖ്യാന രീതിയോടുള്ള വിശ്വസ്തത കൊണ്ടാണ്. അതുതന്നെയാണ് അൽ ഇബ്രത്തു ബി ഉമൂമിൽ ലഫ്ളി ലാ ബി ഖുസൂസി സബബ് എന്ന ഉസൂലുൽ ഫിഖ്ഹിലെ മഹത്തായ തത്വം നമ്മെ പഠിപ്പിക്കുന്നത്. ഇനി നമ്മൾ പറഞ്ഞു വെച്ച ലിഹാറിലേക്ക് വരെ. എന്താണ് ലിഹാർ? മഹദിയായ ഖൗല ബിൻത്ത് സാലബ റളിയല്ലാഹു അൻഹ ഇസ്ലാമിക ചരിത്രത്തിലും ഖുർആൻ സൂക്തങ്ങളുടെ അവതരണ പശ്ചാത്തലത്തിലും വളരെ പ്രശസ്തയായ ഒരു സഹാബി വനിതയാണ്. വിശുദ്ധ ഖുർആനിലെ 58-ാം അധ്യായമായ സൂറത്തുൽ മുജാദില തർക്കിക്കുന്ന സ്ത്രീ അവതരിക്കാൻ കാരണമായത് ഈ മഹദിയുടെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ചരിത്രത്തിൽ അവ മുജാദില, വാദിച്ചവൾ, തർക്കിച്ചവൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഖൗല റളിയല്ലാഹു അൻഹയുടെ ഭർത്താവ് ഔസ് ഇബ്നു സ്വാമിത്ത് റളിയല്ലാഹു അൻഹു ഒരു ദിവസം ദേഷ്യം വന്നപ്പോൾ അദ്ദേഹം ഖൗലയോട് പറഞ്ഞു, അൻതി അലിയ കലഹ്ദിൻ ഉമ്മി, നീ എനിക്ക് എൻ്റെ ഉമ്മയുടെ പുറം പോലെയാണ്. അക്കാലത്ത് അറബികൾക്കിടയിൽ നിലനിന്നിരുന്ന ഒരു അനാചാരമായിരുന്നു. ഇതിന് ലിഹാർ എന്ന് പറയുന്നു. അങ്ങനെ പറഞ്ഞാൽ ഭാര്യയെ പിന്നീട് ഭാര്യയായി സ്വീകരിക്കാൻ കഴിയില്ല, എന്നാൽ അവർക്ക് വിവാഹമോചനം ലഭിക്കുകയുമില്ല. ഭാര്യ ഒരു തടവറയിൽ എന്ന പോലെ ജീവിക്കേണ്ടി വരുന്ന ക്രൂരമായ ആചാരമായിരുന്നു അത്.
തന്റെ കുടുംബജീവിതം തകരുമെന്നുമായപ്പോൾ ഖൗല റളിയല്ലാഹു അൻഹ നേരെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഓടിയെത്തി. അവർ നബിയോട് സങ്കടത്തോടെ പറഞ്ഞു, അള്ളാഹുവിന്റെ ദൂതരെ, എന്റെ യൗവനമെല്ലാം അദ്ദേഹം ആസ്വദിച്ചു. ഞാൻ അദ്ദേഹത്തിന് കുട്ടികളെ പ്രസവിച്ചു നൽകി. ഇപ്പോൾ ഞാൻ വൃദ്ധയായപ്പോൾ അദ്ദേഹം എന്നെ ലിഹാർ ചെയ്തിരിക്കുന്നു. എനിക്ക് ചെറിയ കുട്ടികളുണ്ട്. അവരെ ഞാൻ അദ്ദേഹത്തെ ഏൽപ്പിച്ചാൽ അവർ പട്ടിണിയാകും, ഞാൻ ഏറ്റെടുത്താൽ അവർ അനാഥരാകും. എന്നാൽ ആ സമയത്ത് ലിഹാർ എന്ന വിഷയത്തിൽ അള്ളാഹുവിൽ നിന്നുള്ള പുതിയ നിയമങ്ങളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അതിനാൽ നീ അദ്ദേഹത്തിന് ആറാമായി കഴിഞ്ഞു എന്ന് മുൻകാല നിയമമേ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പറയാനുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഖൗല റളിയല്ലാഹു അൻഹ നിരാശയായില്ല. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വീണ്ടും തന്റെ അവസ്ഥ പറഞ്ഞു തർക്കിച്ചു കൊണ്ടിരുന്നു. ഒടുവിൽ അവർ ആകാശത്തേക്ക് നോക്കി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, അള്ളാഹുവേ, എന്റെ ഈ സങ്കടത്തിന് നീ ഒരു പരിഹാരം തരണമേ. ഖൗല റളിയല്ലാഹു അൻഹയുടെ ആത്മാർത്ഥമായ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു. അവർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് നിന്ന് മാറുന്നതിന് മുമ്പ് തന്നെ ജിബ്രീൽ അലൈഹിസ്സലാം വഹിയുമായി ഇറങ്ങി സൂറത്തുൽ മുജാദിലയിലെ ആദ്യ വചനങ്ങൾ അള്ളാഹു അവതരിപ്പിച്ചു. തന്റെ ഭർത്താവിന്റെ കാര്യത്തിൽ നിന്നോട് തർക്കിക്കുകയും അള്ളാഹുവിലേക്ക് സങ്കടം ബോധിപ്പിക്കുകയും ചെയ്യുന്നവളുടെ ആ സ്ത്രീയുടെ വാക്ക് തീർച്ചയായും അള്ളാഹു കേട്ടിരിക്കുന്നു. തുടർന്നുള്ള വചനങ്ങളിലൂടെ അള്ളാഹു ലിഹാർ എന്ന അനാചാരത്തെ എന്നേക്കുമായി നിരോധിക്കുകയും അങ്ങനെ ചെയ്യുന്നവർക്കുള്ള പ്രായശ്ചിത്തം കഫാറ നിശ്ചയിച്ച് ഖൗലക്കും ലോകത്തെ എല്ലാ സ്ത്രീകൾക്കും നീതി ഉറപ്പാക്കുകയും ചെയ്തു. ഖൗല റളിയല്ലാഹു അൻഹ സഹാബികൾ എത്രത്തോളം ബഹുമാനിച്ചിരുന്നെന്ന് മനസ്സിലാക്കാൻ ചരിത്രത്തിലെ ഒരു സംഭവം സഹായിക്കും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വലിയൊരു ജനക്കൂട്ടത്തിനോടൊപ്പം വഴിയിലൂടെ നടന്നു പോകുമ്പോൾ പ്രായമായൊരു സ്ത്രീ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തി. ഉമർ റളിയല്ലാഹു അൻഹു ഉടനെ നടപ്പ് നിർത്തി തല താഴ്ത്തി നിന്ന് അവരുടെ വലിപ്പമേറിയ ഉപദേശങ്ങളും ശാസനകളും വളരെ വിനയത്തോടെ കേട്ടു. ഏറെ നേരം ഇത് തുടർന്നു. കൂടെ ഉണ്ടായിരുന്ന സഹാബികളുടെ ഒരാൾ ചോദിച്ചു, അമീറുൽ മുഅ്മിനീൻ, ഈ ഒരു വൃദ്ധക്ക് വേണ്ടിയാണോ താങ്കൾ ഇത്രയും വലിയ ജനക്കൂട്ടത്തെ വഴിയിൽ നിർത്തിയത്? അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു മറുപടി നൽകി, ആരാണ് ഈ സ്ത്രീ എന്ന് നിങ്ങൾക്കറിയാമോ? അവരാണ് ഖൗല ബിൻത് സഅലബ. 7 ആകാശങ്ങൾക്ക് മുകളിൽ ഇരുന്നു കൊണ്ട് അള്ളാഹു ഇവരുടെ സങ്കടം കേൾക്കുകയും അതിന് മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ട്. അള്ളാഹു കേട്ട ഇവരുടെ വാക്ക് ഉമർ കേൾക്കാതിരിക്കുമോ? അള്ളാഹുവാണ് സത്യം, അവർ രാത്രിയാവളം എന്നെ നിർത്തിയാലും ഞാൻ കേട്ടു നിൽക്കും. ഇസ്ലാമിൽ സ്ത്രീകളുടെ അവകാശങ്ങൾക്കും അവരുടെ ശബ്ദത്തിനും എത്രത്തോളം വിലയുണ്ടെന്ന് കാണിച്ചു തരുന്ന ഉദാത്തമായ മാതൃകയാണ് ഖൗല റളിയല്ലാഹു അൻഹ. സ്വന്തം അവകാശത്തിന് വേണ്ടി പ്രവാചകനോട് സംസാരിക്കാനും തന്റെ സങ്കടം അള്ളാഹുലേക്ക് എത്തിച്ച് നിയമം മാറ്റി എഴുതിക്കാനും സാധിച്ച ധീരയായ സ്വഹാബി വനിതയാണവർ. ഖൗല ബിൻത് സഅലബ റളിയല്ലാഹു അൻഹയുടെ സംഭവം ചരിത്രമായി കഴിഞ്ഞുപോയി. എന്നാൽ അതിന്റെ പശ്ചാത്തലത്തിൽ അള്ളാഹു അവതരിപ്പിച്ച നിയമം ചരിത്രമായി കഴിഞ്ഞിട്ടില്ല. ലിഹാർ ഇസ്ലാമിൽ വ്യക്തമായി വിലക്കപ്പെട്ടിരിക്കുന്നു. എന്നിട്ടും ഇന്നും ലോകാവസാനം വരെയും ഏതെങ്കിലും മുസ്ലിം പുരുഷൻ ലിഹാർ ചെയ്താൽ ഖുർആനിൽ അള്ളാഹു നിശ്ചയിച്ച കഫാറ അവന്റെ മേൽ നിർബന്ധമായും ബാധകമാണ്. കാരണം ഖുർആൻ ഒരു പ്രത്യേക സംഭവത്തിന് മാത്രം പരിഹാരം പറഞ്ഞതല്ല, ആ സംഭവത്തെ ആസ്പദമാക്കി മനുഷ്യൻ ഉള്ളിടത്തോളം ബാധകമായ ശാശ്വത മാർഗനിർദ്ദേശവും നിയമവുമാണ് അവതരിപ്പിച്ചത്. അതുകൊണ്ടാണ് മുസ്ലിങ്ങൾ ഖുർആനിനെ ഒരു ചരിത്ര പുസ്തകം മാത്രമായി കാണാതെ ലോകാവസാനം വരെ മനുഷ്യരെ നയിക്കുന്ന ദൈവിക മാർഗദർശനവും നിയമവുമായാണ് വിശ്വസിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരിലേക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. അള്ളാഹു ഈ പരിശ്രമത്തെ ഒരു സ്വാലിഹായ അമലായി സ്വീകരിച്ച് അതിന്റെ പ്രതിഫലം നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.